യൂറോപ്പ് യാത്രയുടെ ഭാഗമായി ഇപ്പോൾ യൂറോപ്പിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഫെഡറൽ പാർലമെൻ്റ് രാജ്യമായ ജർമ്മനിയുടെ തലസ്ഥാനമായ ഫ്രാങ്ക്ഫർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും ശക്തമായ വ്യവസായവൽകൃത രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ജർമ്മനി. യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി കൂടിയാണ് ജർമ്മനി. ഡെൻമാർക്ക്, ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ്, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, ലക്സംബർഗ്, പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക് എന്നിവയാണ് ഇതിൻ്റെ അയൽ രാജ്യങ്ങൾ. പരക്കെ മിതശീതോഷ്ണ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. ബെർലിനാണ് രാജ്യ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവും. രാഷ്ട്രപതി രാഷ്ട്രത്തലവനും ചാൻസലർ ഭരണത്തലവനുമാണ് ഇവിടെ. അമേരിക്ക കഴിഞ്ഞാൽ കുടിയേറ്റക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലവും ജർമ്മനിയാണ്. നഴ്സിംഗ്, എഞ്ചിനീയറിംഗ് മേഖലകളിലേക്ക് വിദഗ്ധ തൊഴിലാളികളെ ഇവിടെ വിദേശത്തു നിന്നും എടുക്കാറുണ്ട്. ജർമ്മൻ ഭാഷയിലുള്ള പരിജ്ഞാനമാണ് ഇവിടെ ഒരു യോഗ്യതയായി കണക്കാക്കപ്പെടുന്നത്. കൂടാതെ ജർമ്മനിയിൽ പൊതു സർവകലാശാലകളിൽ വിദ്യാഭ്യാസം സൗജന്യമാണ്. വിദ്യാഭ്യാസത്തിനു വേണ്ടിയും വിദേശ വിദ്യാർത്ഥികൾ ഇവിടെ ധാരാളമായി എത്താറുണ്ട്. മലയാളി നേഴ്സുമാരുടെ ഒരു കുടിയേറ്റ രാജ്യം കൂടിയാണ് ഈ ജർമ്മനി. വിവിധ ജർമ്മൻ ഗോത്രങ്ങൾ ക്ലാസിക്കൽ യുഗം മുതൽക്ക് തന്നെ ഉത്തര ജർമ്മനിയെ സ്വായത്തമാക്കിയിരുന്നു എന്നതിന് ചരിത്ര തെളിവുകളുണ്ട്. ജർമാനിയ എന്ന ഒരു പ്രദേശത്തെപ്പറ്റി 100 AD മുമ്പ് തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കുടിയേറ്റ കാലഘട്ടത്തിൽ ജർമ്മൻ ഗോത്രങ്ങൾ ദക്ഷിണ ദിശയിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. 10ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്തിൽ ജർമ്മൻ പ്രദേശങ്ങൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രമായി മാറുകയുണ്ടായി. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളിലൊന്നാണ് ഇവിടുത്തെ ഫ്രാങ്ക്ഫർട്ട് കത്തീഡ്രൽ. ഫ്രാങ്ക്ഫർട്ട് കത്തീഡ്രലിൻ്റെ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ 13ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. 1356 മുതൽ 1792 വരെ ജർമ്മൻ രാജാക്കന്മാരെയും വിശുദ്ധ റോമൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാരെയും ഇവിടെയാണ് കിരീടമണിയിച്ചിരുന്നത്. എന്നിരുന്നാലും ഇതൊരു മെത്രാസന പള്ളി അല്ല എന്നതാണ് ഒരു വാസ്തവം. 13ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച് 1990കളിൽ പുനരുദ്ധാരണം പൂർത്തിയാക്കിയ ഒരു വിശുദ്ധ ദേവാലയം കൂടിയാണ് ഈ ദേവാലയം. ഇങ്ങനെ വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദേവാലയം കണ്ടതിന് ശേഷം അവിടെ നിന്നും ഇപ്പോൾ ടിറ്റിസി എന്ന ഒരു മനോഹര ഗ്രാമത്തിലേക്കാണ് നാം യാത്ര ചെയ്യുന്നത്. ടിറ്റിസി എന്ന ഗ്രാമം ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. തടാകത്തിൻ്റെയും ചുറ്റുമുള്ള വനങ്ങളുടെയും സൗന്ദര്യം ഇവിടേക്ക് ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു. ആദ്യകാലങ്ങളിൽ ടിറ്റൻസി എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം 1050 ഷാഫ്ഹൗസനിലെ അല്ലർ ഹൈലിഗൻ ആശ്രമത്തിൻ്റെ രേഖകളിൽ പരാമർശിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. ടിറ്റിസി തടാകവും അതിനോട് ചേർന്നുള്ള സിസ്ട്രാസ് നടപ്പാതയുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ മനോഹരമായ കാഴ്ചകളും തടാകവും വിനോദസഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട്. ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹിമാനി ഫെൽഡ്ബർഗ് മുതൽ ഇന്നത്തെ ടിറ്റിസി വരെ വ്യാപിച്ചിരുന്നു എന്നാണ് കണക്ക്. ഈ ഹിമാനിയാണ് തടാകത്തിൻ്റെയും അതിൻ്റെ തീരപ്രദേശങ്ങളുടെയും രൂപീകരണത്തിന് പിന്നിൽ കാരണമായത് എന്നാണ് കരുതപ്പെടുന്നത്. ആദ്യകാലങ്ങളിൽ ടിറ്റൻസി എന്ന പേരിലാണ് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഗ്രാമം ടിറ്റിസി എന്ന പേരിലാണ് കൂടുതലായും അറിയപ്പെടുന്നത്.
തടാകവും ചുറ്റുമുള്ള പ്രകൃതിയും കാരണം ടിറ്റിസി ജർമ്മനിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു. അനേകായിരം യാത്രികരാണ് ദിവസവും ഈ ഗ്രാമത്തിൽ വരികയും ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കുകയും ചെയ്യുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. ഇത് ഒരു വലിയ വനപ്രദേശമാണ്. ഇത് ബാഡൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. പുരാതന കാലത്ത് റോമാക്കാർ ഈ പ്രദേശം സന്ദർശിച്ചപ്പോൾ ഇടതൂർന്ന മരങ്ങൾ കാരണം ഇതിനെ കറുത്ത വനം എന്ന് വിളിച്ചു. പിന്നീട് ഇത് വിറക് വ്യവസായത്തിനും ഖനനത്തിനും ഉപയോഗിച്ചു. ഇപ്പോൾ വിനോദത്തിനും പേരുകെട്ട ഒരു സ്ഥലമാണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റ്. പുരാതന കാലത്ത് ഈ പ്രദേശം അബ്നോബ മോൺസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത് സെൽട്ടിക് ദേവതയായ അൽ നോബയുടെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. റോമൻ കാലഘട്ടത്തിൽ ഇതിനെ സിൽവ മാർസിയാന, അതായത് കറുത്ത വനം എന്ന് വിളിച്ചു. ആ പേരാണ് ഇപ്പോഴും തുടർന്നു വരുന്നത്. ഈ പ്രദേശം വിറക് വ്യവസായത്തിനും ഖനനത്തിനും വളരെയേറെ പ്രശസ്തി ആർജിച്ച ഒന്നുകൂടിയാണ്. 20-ാം നൂറ്റാണ്ടിൽ ഇത് ജർമ്മനിയിലെ പ്രധാന വിനോദസഞ്ചാരങ്ങളിലൊന്നായി മാറുകയുണ്ടായി. ഈ പ്രദേശം ബ്ലാക്ക് ഫോറസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും കുക്കു ക്ലോക്കുകളുടെ ജന്മസ്ഥലം കൂടിയാണ് ഈ സ്ഥലം. 1737 ഫ്രാൻസ് കെറ്റൈറർ എന്ന ക്ലോക്ക് നിർമ്മാതാവ് ഇവിടെയാണ് ആദ്യത്തെ കുക്കു ക്ലോക്ക് വികസിപ്പിച്ച് എടുത്തത്. അതിനുശേഷം കുക്കു ക്ലോക്ക് ഫാക്ടറിയുടെ ഉത്ഭവസ്ഥാനം എന്ന പേരിലും ഈ സ്ഥലം വളരെയേറെ പ്രശസ്തമായി കഴിഞ്ഞിരിക്കുന്നു. പുരാതന റോമക്കാർ ഈ വനം കറുത്ത വനം എന്ന് വിളിച്ചിരുന്നു. ഇതേ തുടർന്ന് പൈൻ മരങ്ങൾ കാരണം ഇരുണ്ട നിറമായി തോന്നിയതിനാലാണ് ഇതിനെ കറുത്ത വനമായി അവർ വിളിക്കാനുണ്ടായ കാരണം. ഇന്ന് ജർമ്മൻകാരും വിനോദസഞ്ചാരികളും ഈ പ്രദേശം പ്രിയപ്പെട്ട ഇടമായി കണക്കാക്കുന്നു. മലകയറ്റം, നാടോടി മ്യൂസിയങ്ങൾ, ചെറിയ ഗ്രാമങ്ങൾ, കുക്കു ക്ലോക്ക് ഫാക്ടറി എന്നിവയെല്ലാം ഇവിടുത്തെ ആകർഷണമാണ്. അങ്ങനെ ഏത് വിധേനയും വളരെയേറെ പ്രശസ്തമായ ഒരു സ്ഥലമാണ്. വളരെയേറെ പ്രകൃതി ഭംഗി നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ടിറ്റിസി ഗ്രാമവും ഇവിടുത്തെ ബ്ലാക്ക് ഫോറസ്റ്റും. ഇതിലൂടെ സഞ്ചരിക്കുക എന്നത് തന്നെ വളരെ സന്തോഷമുളവാക്കുന്ന ഒരു കാഴ്ചയാണ്. ഇടതൂർന്ന വനങ്ങളും അതിന് ഭംഗി നൽകുന്ന ആകാശവും പഴയ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടുകളും, അങ്ങനെ ഒരു ക്യാൻവാസിൽ വളരെ മനോഹരമായി നിർമ്മിച്ച ഒരു ചിത്രം പോലെയാണ് ഇവിടുത്തെ ഓരോ കാഴ്ചയും നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. ഇവിടെ കൂടി കടന്നു പോകുന്ന വാഹനങ്ങളുടെ ബാഹുല്യം തന്നെ എത്രമാത്രം സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഒരിടമാണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റ്. അതുപോലെ തന്നെ ടിറ്റിസി ഗ്രാമം, ഒപ്പം ഇവിടെയുള്ള കുക്കു ക്ലോക്ക് ഫാക്ടറികൾ എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. നാം സഞ്ചരിക്കുന്ന സമയം തന്നെ ധാരാളം വാഹനങ്ങൾ നമ്മുടെ എതിർദിശയിലും വന്നുകൊണ്ടിരിക്കുന്നു. കാരണം അതിരാവിലെ തന്നെ ഈ ഗ്രാമങ്ങളുടെ അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ എത്തിയ യാത്രക്കാരാണ് ഇവിടുത്തെ മനോഹര കാഴ്ചകൾ കണ്ടതിന് ശേഷം തിരിച്ചിറങ്ങുന്നത്. അങ്ങനെ നമ്മോടൊപ്പം സഞ്ചരിക്കുന്നതും നമുക്കെതിരെ സഞ്ചരിക്കുന്നതുമായ ധാരാളം യാത്രികരെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇവിടുത്തെ ഓരോ നിർമ്മിതികളും വളരെയേറെ കൗതുകം ജനിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. ഇവിടുത്തെ വീടിൻ്റെ മേൽക്കൂരയാണ് ഏതൊരാളെയും കൂടുതലായി ആകർഷിക്കുന്നത്. ഇവിടെ ധാരാളമായി മഞ്ഞ് വീഴ്ചയുള്ളത് കൊണ്ട് എല്ലാ വീടുകളുടെയും മേൽക്കൂര വളരെ മഞ്ഞുകൾക്ക് ഇറങ്ങി പോകാൻ പറ്റുന്ന രീതിയിലാണ്, വളരെ സ്ലോപ്പായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ
ഇവിടെ വീഴുന്ന കട്ടിയായ മഞ്ഞ് ഇവിടെയുള്ള പുരകളുടെയും കെട്ടിടങ്ങളുടെയും മേൽക്കൂരയെ കാര്യമായി തന്നെ ബാധിക്കും. അതുകൊണ്ട് വളരെ സ്ലോപ്പായിട്ടാണ് ഇവിടെ വീടിൻ്റെ മേൽക്കൂരകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഒട്ടുമിക്ക വീടുകളും നിർമ്മിച്ചിരിക്കുന്നത് മരം കൊണ്ട് കൂടിയാണ്. കാരണം തണുപ്പിനെ ചെറുക്കുവാനും ഉള്ള ഒരു വിദ്യ കൂടിയാണ് മരം കൊണ്ടുള്ള നിർമ്മിതികൾ. അതുമല്ല, ഇവിടെ ധാരാളമായി ലഭിക്കുന്ന വനസമ്പത്തും ഇവിടെ മരങ്ങൾ കൊണ്ട് വീട് നിർമ്മിക്കാൻ ഇവിടുത്തെ ആൾക്കാരെ പ്രേരിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ വളരെയേറെ പ്രകൃതി ഭംഗി നിറഞ്ഞ ഈ പ്രദേശത്ത് കുറേ ദിവസമെങ്കിലും ജീവിക്കുവാനും ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനും ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ധാരാളം യാത്രികരെയാണ് ഈ പ്രദേശം ഇങ്ങോട്ട് ആകർഷിക്കുന്നത്. യൂറോപ്യൻസ് ആയാലും ഏഷ്യക്കാരായാലും മറ്റ് ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള യാത്രികരായാലും വർഷത്തിലെ എല്ലാ ദിവസവും ഇവിടെ ധാരാളം യാത്രക്കാരായി എത്തുന്നുണ്ട്. കാരണം അത്രയേറെ പ്രകൃതി ഭംഗി നിറഞ്ഞ മറ്റൊരു സ്ഥലവും ഈ ഭൂമുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന റോഡുകളും നന്നായി വികസിപ്പിച്ചിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളും കർശനമായി നിയമം പാലിക്കുന്ന ഇവിടുത്തെ ജനങ്ങളും ഒക്കെ ഈ നാടിൻ്റെ ഭംഗി വളരെയേറെ വർദ്ധിപ്പിക്കുന്നുണ്ട്. വനമേഖലയാണെങ്കിലും വളരെ നന്നായി വളരെ സയൻറ്റിഫിക്കായി നിർമ്മിച്ച് പരിപാലിച്ചു വരുന്ന റോഡുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ യാതൊരുവിധ ട്രാഫിക് ജാമുകളുമില്ലാതെ വളരെ ഭംഗിയായി വളരെ വേഗത്തിൽ സഞ്ചരിക്കാവുന്ന രീതിയിലാണ് ഇവിടുത്തെ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും. പ്രകൃതിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. റോഡ് നിർമ്മാണത്തിനായി യാതൊരു കാരണവശാലും വനങ്ങളെ നശിപ്പിക്കുകയോ പ്രകൃതിക്ക് നാശം വരുത്തുകയോ ചെയ്യാതെ ഏറ്റവും ശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടുത്തെ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ റോഡുകൾ വളരെ ഭംഗിയായി തന്നെ പരിപാലിക്കപ്പെടുന്നതും നമുക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ യാത്രികർക്ക് എല്ലാ രീതിയിലും വളരെയേറെ സൗകര്യപ്രദമായ രീതിയിലാണ് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ യാത്ര ചെയ്യുക എന്നത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ തന്നെ ഒത്തിരിയേറെ സുഖം നൽകുന്ന ഒരു അനുഭവം കൂടിയാണ്. ഏതൊരു കാലാവസ്ഥയിലും ഏതൊരു രീതിയിലുള്ള വാഹനങ്ങൾക്കും വളരെ എളുപ്പത്തിൽ സഞ്ചരിക്കാവുന്ന രീതിയിലാണ് അത്ര ശാസ്ത്രീയമായിട്ടാണ് ഇവിടുത്തെ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നതും ഇവിടെ റോഡുകളെ പരിപാലിച്ചിരിക്കുന്നതും. റോഡിലുടനീളമുള്ള വിവിധ തരത്തിലെ മാർക്കിങ്ങുകൾ ഇതിന് വളരെ ഏറെ സാക്ഷ്യം നൽകുന്നു. കാരണം ഏത് രീതിയിലാണ് ഇവിടെ വാഹനം ഓടിക്കേണ്ടതെന്നും ഏത് രീതിയിലാണ് മറ്റ് യാത്രക്കാർക്ക് അസൗകര്യമുണ്ടാക്കാത്ത രീതിയിൽ വാഹനം ഓടിച്ച് മുന്നോട്ട് പോകേണ്ടത് എന്നും ഇവിടുത്തെ റോഡിലുള്ള മാർക്കിംഗ് വളരെ വ്യക്തമായി ഇവിടെ വാഹനം ഓടിക്കുന്ന യാത്രക്കാർക്ക് അറിവ് പകരുന്ന ഒന്നുകൂടിയാണ്. അങ്ങനെ ഈ മനോഹരമായ പ്രദേശത്തു കൂടി വാഹനത്തിൽ പോകുമ്പോൾ പ്രകൃതി ഇത്രയേറെ ഭംഗി നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് നാം ഇതിലൂടെ സഞ്ചരിക്കുക. കാരണം പ്രകൃതി ഇത്ര മനോഹരിയായി നമുക്ക് മറ്റെങ്ങും കാണാൻ സാധിക്കുകയില്ല. ഒരു പക്ഷേ സ്വിറ്റ്സർലൻഡിനോട് തന്നെ കിടപിടിക്കുന്ന അത്ര മനോഹരതയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ധാരാളം വിറക് ഫാക്ടറികളും മരങ്ങൾ കൊണ്ട് ഫർണിച്ചറുകൾ നിർമ്മിക്കുന്ന ഫാക്ടറികളും കുക്കു ക്ലോക്കുകൾ നിർമ്മിക്കുന്ന ധാരാളം ഫാക്ടറികളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കുക്കു ക്ലോക്കുകളുടെ ജന്മസ്ഥലം കൂടിയാണ് ഈ പ്രദേശം. 1737
സ്ഥാപിതമായ കുക്കു ഫാക്ടറിയാണ് ഈ സ്ഥലത്തെ കുക്കു ക്ലോക്കുകളുടെ ജന്മസ്ഥലമായി കരുതാൻ കാരണമായത്. ഇന്നും ഇവിടെ ധാരാളം കുക്കു ക്ലോക്കുകൾ നിർമ്മിക്കപ്പെടുകയും ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് അവ എക്സ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുക്കു ക്ലോക്കുകളുടെ ജന്മനാടായ ETTC വില്ലേജ് കാണാനും ഇവിടുത്തെ കുക്കു ക്ലോക്കുകളുടെ നിർമ്മാണശാലയിൽ സന്ദർശിക്കാനും ഇവിടെ വരുന്ന ഓരോ യാത്രികനും അത്യുത്സാഹം കാണിക്കാറുണ്ട്. കാരണം വളരെയേറെ ലോകപ്രശസ്തമാണ് ഇവിടെ നിർമ്മിച്ച് കയറ്റി അയക്കുന്ന ഓരോ കുക്കു ക്ലോക്കുകളും. ഇന്നും കൈകൊണ്ട് നിർമ്മിക്കുന്ന ഈ കുക്കു ക്ലോക്കുകൾ ഏവർക്കും ഒരത്ഭുതം കൂടിയാണ്. അത്രയേറെ പെർഫെക്ഷനോട് കൂടിയാണ് ഈ ഓരോ ക്ലോക്കും ഇവിടെ നിർമ്മിക്കുന്നത്. വ്യവസായത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഇവിടെ നിർമ്മിക്കുന്ന മറ്റേതൊരു ഉൽപ്പന്നത്തെ പോലെ തന്നെയും കുക്കു ക്ലോക്കുകളും പെർഫെക്ഷൻ്റെ ഏറ്റവും അത്യുന്നതയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഏതൊരു യാത്രികനും ഒരു മൊമെൻറ്റോ ആയി ഇവിടുന്ന് ഓരോ കുക്കു ക്ലോക്കും വാങ്ങിച്ചിട്ടാണ് തൻ്റെ നാട്ടിലേക്ക് തിരികെ പോവുക. കാരണം ഇവിടെ നിർമ്മിക്കുന്ന ഓരോ ക്ലോക്കുകളും ഓരോ മാസ്റ്റർ പീസ് കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ പ്രകൃതിയുടെ രമണീയതയും വ്യവസായത്തിൻ്റെ അത്യുന്നതയും അടിസ്ഥാന സൗകര്യങ്ങളുടെ മികച്ച ഉദാഹരണവും ഏറ്റവും നല്ല പ്രകൃതി ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്നതുമായ ഏറ്റവും മനോഹരമായ ഒരു ഗ്രാമം കൂടിയാണ് ETTC വില്ലേജ്. അങ്ങനെ നാം ETTC വില്ലേജിലൂടെ ഈ മനോഹരമായ പ്രകൃതിയുടെ സൗന്ദര്യവും കണ്ട് മതിവരുവോളം ഈ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നാം ബസ്സിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ബസ് അതിവേഗം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രാമത്തിൻ്റെ മറ്റനേകം കാഴ്ചകൾ നമുക്ക് മുൻപിലേക്ക് അനാവരണം ചെയ്ത് തരുവാനായിട്ട്.